കൃഷി ചെയ്യാൻ ഇതിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ദിവസത്തിന് ശേഷം നമുക്ക് ഈ ഒരു മീൻ കിട്ടും. ചാടി എടാ അന്ത്യ അവിടെ ചാടി. ഹായ്, സൈക്കോആംഗ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത സൈസ് നമുക്കൊരു അമൂർ കിട്ടിയിട്ടുണ്ട്. മൊയ്തീനുണ്ട്, അതേ മൊയ്തീൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും മൊയ്തീനും കൂടിയാണ് ഇന്ന് കാസ്റ്റിംഗ് ഇറങ്ങിയിട്ടുള്ളത്. വെള്ളം കുറച്ചായിട്ട് എന്താ പറയുക, ഒരു മാസമായിട്ട് വൻ മോശം. നമ്മൾ എന്നും പോവും തിരിച്ചു പോവും, ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. ഒരു മീൻ തോലും തൊടുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അത് എല്ലായിടത്തും, നമുക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുഴപ്പമില്ലാത്ത സൈസ് ഒരു അമൂർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വല കയറ്റിട്ട് കേടാ, വല ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇരുട്ട് ഒരു 5:45 ആ സമയത്ത് എത്തിയതാണ്. അപ്പോൾ ഇരുട്ടാണ്, വലിയ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് വെളിച്ചം വെച്ചപ്പോഴാണ് നമ്മൾ ക്യാമറ ഓൺ ആക്കിയത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ലുക്കാനയുടെ livechemmeen ജെല്ലി ബ്ലൂ 17 ഗ്രാമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കണ്ടീഷനാണെങ്കിൽ ഹൈ ടൈഡിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ഫുൾ ടൈഡാവും. ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. വെള്ളം ചെറിയ രീതിയിൽ കലക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇഷ്ടത്തായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ തെളി വെച്ചപ്പോഴാണ് നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒരു ഐഡിയ കിട്ടിയത്. നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വെള്ളം ചെറിയ രീതിയിൽ ഇളക്കം, ടൈഡ് വെക്കുന്നതിൻ്റെ ഒരു ഇളക്കമുണ്ട്. നമ്മളിവിടെ മൊയ്തീനുണ്ട്, മൊയ്തീൻ അപ്പുറത്ത് കാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല പാരക്കുട്ടികളുണ്ട്. പാരാണെങ്കിൽ മാലാനാണോ അങ്ങനെ മേലെ തള്ളി നടക്കുന്നുണ്ട്. പാരക്കുട്ടികൾ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഷ്രിമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഷ്രിമ്പ് യൂസ് ചെയ്യുന്ന രീതി നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡ്, കുറച്ച് ഡെപ്തുള്ള ഏരിയ ആയതുകൊണ്ട് ഒരു 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് അതിനുശേഷം വളരെ സ്ലോ റിട്രീവ് ആണ്. പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും കൊടുക്കാറില്ല നമ്മൾ. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഇളക്കം കൂടുതലാണ്. അത് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടോ പറയുന്നത്. ഈ ഇളക്കമുള്ളതുകൊണ്ട് കല്ലിൻ്റെ ഗ്യാപ്പ് കയറുന്നുണ്ട് പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ജെല്ലി ബ്ലൂ കുടുങ്ങിപ്പോയിട്ടാ. കുറച്ച് അപ്പുറത്തുനിന്നാണ് കുടുങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി മാറി. അവിടെ വലപ്പീസ് എന്തുകൊണ്ട്. അതിന് ശേഷം നമ്മൾ ടൈഗർ പ്രോൺസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. 17 ഗ്രാം ലുക്കാനൻ്റെ ടൈഗർ പ്രോൺസ്. കുറച്ച് പഴയതാട്ടാ, ഒത്തിരി മീൻ പിടിച്ചിട്ടുള്ളതാണ്. നല്ല റെസ്റ്റ് കയറിയിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ ഒന്ന് മൂർച്ചയാക്കിയിട്ട് ചെയ്താണ്. പിന്നെ അതുപോലെ മൊയ്തീൻ അപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മൊയ്തീന് ഇപ്പോൾ കുറച്ച് 2-3 സ്ട്രൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ കുറച്ചൊരു തെളി വന്നിട്ടുണ്ട്. വെയിൽ വന്നപ്പോഴേ പറ്റ മോശമായിരുന്നു വെള്ളത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, വന്നപ്പോൾ ഹൈ ടൈഡ് ആയിരുന്നു. രാവിലെ എത്തിയിട്ടുണ്ട്, 5:45 സമയത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അധികം ഡെപ്ത് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് ഡെപ്ത് കുറവാണ്. പിന്നെ നല്ല ഡെപ്താണ്. കാരണം വെച്ചാൽ ഈ കല്ലൊക്കെ കണ്ടില്ലേ, ഇത് കഴിഞ്ഞ മഴ അടിച്ചിട്ട് പൊളിഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് കല്ലാണ്ട് കീഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നല്ല മീനുണ്ടാവും. നമുക്കൊന്ന് ഇപ്പോൾ ചെറിയ അമൂറിൽ ഒരുപാട് സ്ട്രൈക്ക് കിട്ടി, 1-2 കിട്ടി നമ്മൾ റിലീസ് ചെയ്ത്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഒരു 300-400 ഗ്രാമിൻ്റെ സൈസുള്ള അമൂറുകൾ ഒരുപാട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട് കേട്ടോ. വളരെ സ്ലോ റിട്രീവാണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഷ്രിമ്പാണെങ്കിൽ വളരെ സ്ലോ റിട്രീവ്. നമുക്ക് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അടിപൊളി വെള്ളമായി.
ഉണ്ട്. അല്ലോ പണി പാളി. ഇല്ലല്ലേ വേവാ, ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ആ കല്ലുമ്മക്കാണ്ട് ഇറങ്ങിക്കേണ്ടി വരും. ആ എൻ്റെ ക്യാമറ ഓണാ നോക്കാം. നമ്പർ ഉണ്ടോ? പണിയാക്കണ് നോക്കി കയറിട്ടാ. അടിച്ചിട്ട് മേലൊക്കെ ഓടിയത്. ഞാൻ പറഞ്ഞില്ല ഒരു ആദ്യം ഒരു കനുള്ള സ്ട്രൈക്ക് കിട്ടിയെന്ന്. ഇതിന് തന്നെ ആവട്ടാ. അടിപൊളി. ആ ഓ മോനെ അനക്ക് കയറിക്കോ. ലിപ്പർ ലോക്ക് ആയിക്കണ ഞാൻ നോക്കിക്കോളാം. അടിപൊളി. അപ്പോൾ അതേ സ്റ്റെല്ല പാവപ്പെട്ടവൻ്റെ ആദ്യ മീന് ഓവല്ലാതൊരു അവറ് കിട്ടാ. അടിപൊളി. 2 കിലോൻ്റെ മേലെ ഉണ്ടാവും അല്ലേ? ഓക്കേ. നീന്നേനെ അറിയണം. നിലത്തെടുത്തിക്ക കല്ലുമ്മ കെട്ടിക്കളെ കിട്ടാ. അതെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കുറേ അതായത് 2022 ആദ്യ മീനാട്ടോ. കുറച്ച് കനമുള്ളൊരു മീനാണ്. ഒരു 2 കിലോന്റെ മേലെ ഉണ്ടാവും. 2-2.5 അല്ലേ? 200-200 ആ റേഞ്ചിലുള്ള ഒരു അമൂർ കിട്ടാ. നമുക്ക് ലുക്കാനയുടെ ടൈഗർ പ്രോൺസിനകത്ത് കിട്ടിയിട്ടുള്ളത്. ലുക്കാനന്റെ ടൈഗർ പ്രോൺസിനകത്ത് കിട്ടിയിട്ടുള്ള മീന്. ഓക്കെ, കുറച്ച് പൊന്തിച്ചു. എന്തായാലും ഹാപ്പിയാണ്. കാരണം കുറേ ട്രൈ ചെയ്യുന്നിട്ടാ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതൊക്കെ പറയുന്നുണ്ട്. ഒന്ന് കേട്ടൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അമൂറാട്ടാ. എന്തായാലും വന്നതിനൊരു മുതലുണ്ട്. ആദ്യം മീനടിച്ചിട്ട് മുകളിലോട്ടാണ്ട് ഓടിയപ്പോൾ ഞാൻ വിചാരിച്ച് കാളാഞ്ചായിരിക്കുന്നു. അപ്പോൾ ഇതാണ് മുതൽ. ഇത് എന്തൊക്കെയോ വെട്ടിയടിച്ച് വരികയാണ്. ഇതിൻ്റെ വായിൽ അങ്ങനെയുണ്ട്. ഇതിൻ്റെ വായ ഉണ്ടല്ല, അത്രയും ക്രഷ് ചെയ്യാൻ ഇതിനകത്ത് ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഈ അമൂറ് കിട്ടിയിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഇതേ ലുക്കാനയുടെ ടൈഗർ പ്രോൺസ് 17 ഗ്രാം വരുന്ന ലുക്കാനയുടെ ടൈഗർ പ്രോൺസ് ആണ് യൂസ് ചെയ്തത്. അടിപൊളി. എന്തായാലും ഹാപ്പി. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമുക്ക് ഈ ഒരു മീൻ കിട്ടുന്നത്. ആ എന്തേ ചാടി എടാ, അന്തേ അവിടെ ചാടി. കാളാഞ്ചിയാണോ? സൈസുള്ള മീനടാ. അതാ മേലെ. വീഡിയോയിൽ വെട്ടിക്കണ് തോന്നുന്നുണ്ട്. അങ്ങോട്ട് നല്ലൊരു മീൻ ആക്ടിവിറ്റി കാണിച്ചിട്ടാ. പൊങ്ങി ചാടി വീണ്. അത് വീഡിയോയിൽ പെട്ടുകണ പറഞ്ഞൂടാ. അത് നമ്മൾ ഇങ്ങനെ താഴോട്ടായിട്ടല്ലേ കാണിച്ചു തന്നീന്ന്. കാളാഞ്ചാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് മീൻ കിട്ടിയിട്ടാ. നമ്മൾ ഹാപ്പിയാണ്. ഞാൻ ഒത്തിരിയായി വന്ന് മടങ്ങിപ്പോകുന്നത്. നമ്മളെ മീനവിടെ മാലിലാക്കിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ റോഡിൻ്റെ കവറാണ്. അതിൻ്റെ അടുത്ത് നമ്മളെ മീനെ വെച്ചിട്ടുണ്ട്.